വചനദീപം. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 12 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 12 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. ആ കാലത്ത് അവൻ പ്രാർത്ഥിക്കേണ്ടതിന് ഒരു മലയിൽ ചെന്ന് ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി കഴിച്ചു. നേരം വെളുത്തപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുക്ക വിളിച്ചു. അവരിൽ 12 പേരെ തെരഞ്ഞെടുത്തു. അവർക്ക് അപ്പോസ്തലന്മാർ എന്നും പേർ വിളിച്ചു. അവർ ആരെന്നാൽ, പത്രോസ് എന്ന് അവൻ പേർ വിളിച്ച ശീമോൻ, അവന്റെ സഹോദരനായ അന്ത്രയാസ്, യാക്കോബ്, യോഹന്നാൻ, ഫിലിപ്പോസ്, ബർത്തലോമായി, മത്തായി, തോമസ്, അൽഫായുടെ മകനായ യാക്കോബ്, എരിവുകാരനായ ശീമോൻ, യാക്കോബിന്റെ സഹോദരനായ യൂദ, ദ്രോഹിയായി തീർന്ന ഇസ്കരിയോത്ത് യൂദ എന്നിവർ തന്നെ. അവൻ അവരോടുകൂടെ ഇറങ്ങി സമഭൂമിയിൽ വന്നു. അവന്റെ ശിഷ്യന്മാരുടെ കൂട്ടവും യഹൂദിയയിൽ എല്ലായിടത്തുനിന്നും യെരുശലേമിൽ നിന്നും സോർ, സീദോൻ എന്ന സമുദ്രതീരങ്ങളിൽ നിന്നും അവന്റെ വചനം കേൾപ്പാനും രോഗശാന്തി കിട്ടുവാനും വന്ന ബഹുപുരുഷാരവും ഉണ്ടായിരുന്നു. അശുദ്ധാത്മാക്കൾ ബാധിച്ചവരും സൗഖ്യം പ്രാപിച്ചു. ശക്തി അവനിൽ നിന്ന് പുറപ്പെട്ട് എല്ലാവരെയും സൗഖ്യമാക്കുക കൊണ്ട് പുരുഷാരമൊക്കെയും അവനെ തൊടുവാൻ ശ്രമിച്ചു. ആ കാലത്ത് അവൻ പ്രാർത്ഥിക്കേണ്ടതിന് ഒരു മലയിൽ ചെന്നു ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി കഴിച്ചു എന്നാണ് ഈ ഭാഗത്ത് നാം ആദ്യം വായിക്കുന്നത്. ആ കാലത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഇതിനു മുമ്പ് പറഞ്ഞ സംഭവങ്ങളുമായി ക്രൊണോളജിക്കലായിട്ടുള്ള, എന്ന് വെച്ചാൽ കാലക്രമം അനുസരിച്ചുള്ള ഒരു വിവരണമാണ് ഇത് എന്ന് ചിന്തിക്കാൻ നിവൃത്തിയില്ല. ഒരു സംഭവം അത് നടന്നു, അതിൻ്റെ സമയം കൃത്യമായി ലൂക്കോസ് വായനക്കാരറിയണം എന്നുദ്ദേശിക്കുന്നില്ല. ഈ പറഞ്ഞ കൂട്ടത്തിൽ സംഭവിച്ച മറ്റൊരു കാര്യം എന്ന നിലയിലാണ് ഈ സംഭവത്തെക്കുറിച്ച് ലൂക്കോസ് പറയുന്നത്. യേശു പ്രാർത്ഥിക്കേണ്ടതിന് ഒരു മലയിൽ കയറി. യേശു പ്രാർത്ഥിച്ചു. യേശു ദൈവമാണ്, ദൈവപുത്രനാണ്, ദൈവത്തോട് സമത്വമുള്ളവനാണ് എന്നൊക്കെ പുതിയ നിയമം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പല ആളുകളും യേശു പ്രാർത്ഥിച്ചു എന്നുള്ളതിൽ വിരോധാഭാസം കാണുന്നു. അവർ പറയുന്നു, യേശു ദൈവമാണെങ്കിൽ പിന്നെ താൻ എങ്ങനെയാ പ്രാർത്ഥിക്കുന്നത്? ശരിയാണ്, ദൈവത്തിന് പ്രാർത്ഥനയുടെ ആവശ്യമില്ല. എന്നാൽ യേശു ദൈവമായിരുന്നു എന്നതുപോലെ തന്നെ ബൈബിൾ വെളിപ്പെടുത്തുന്ന മറ്റൊരു സത്യമാണ് യേശു പൂർണ്ണ മനുഷ്യനും ആയിരുന്നു എന്നുള്ളത്. ഒരു മനുഷ്യൻ എന്ന നിലയിൽ തനിക്ക് പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. യേശു ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഭക്ഷണം കഴിച്ചു. യേശു ഒരു മനുഷ്യൻ എന്ന നിലയിൽ വസ്ത്രം ധരിച്ചു. യേശു ഒരു മനുഷ്യൻ എന്ന നിലയിൽ വെള്ളം കുടിച്ചു. അതുപോലെ തന്നെ യേശു ഒരു മനുഷ്യൻ എന്ന നിലയിൽ പ്രാർത്ഥന കഴിച്ചു. ഒരു മനുഷ്യന് ദൈവാശ്രയവും ദൈവത്തിൻ്റെ അനുഗ്രഹവും ആവശ്യമായിരിക്കുന്നത് പോലെ തന്നെ യേശുവിനും ദൈവാശ്രയവും ദൈവികമായ അനുഗ്രഹങ്ങളും ആവശ്യമായിരുന്നു. നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, യേശു പിതാവായ ദൈവത്തിന് ഇഷ്ടമല്ലാത്ത ഒരു കാര്യവും ചെയ്തില്ല. താൻ ചെയ്ത എല്ലാ കാര്യങ്ങളും പിതാവിൻ്റെ ഇഷ്ടമായിരുന്നു എന്ന് താൻ പറയുന്നുണ്ട്. താൻ പറഞ്ഞ എല്ലാ വാക്കുകളും പിതാവ് തനിക്ക് കൊടുത്ത വചനങ്ങളായിരുന്നു എന്നും താൻ പറയുന്നുണ്ട്. അപ്പോൾ ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും എല്ലാ സന്ദർഭങ്ങളിലും പിതാവിൻ്റെ ഇഷ്ടം മാത്രം ചെയ്ത ഒരാളായിരുന്നു യേശു. അങ്ങനെ ജീവിക്കുന്ന ഒരാൾ ദൈവത്തിൻ്റെ ഹിതം അറിയുവാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥന കഴിച്ചു, ദൈവത്തോടുള്ള സംസർഗത്തിൽ സമയം ചെലവഴിച്ചു എന്നുള്ളതിനകത്ത് യാതൊരുവിധ വിരോധാഭാസവുമില്ല. മറിച്ച് അത് വളരെ സ്വാഭാവികമായ ഒരു കാര്യം തന്നെയാണ്. ഇനി യേശു പ്രാർത്ഥിച്ചുവെങ്കിൽ തീർച്ചയായും അത് നമുക്കൊരു വെല്ലുവിളിയാണ്. യേശു പ്രാർത്ഥിച്ചെങ്കിൽ തീർച്ചയായും നാം എന്തുമാത്രം പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. യേശു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു എന്നാണ് നമുക്ക് ഈ ഭാഗത്തു നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത്.
ഇനി മുഴുവൻ പ്രാർത്ഥിച്ചോ എന്ന് നമുക്കറിഞ്ഞുകൂടാ. എങ്കിലും വളരെയധികം സമയം താൻ രാത്രിയിൽ പ്രാർത്ഥിക്കുവാനായി ചിലവഴിച്ചു. നാം മറ്റു വേദഭാഗങ്ങളിൽ വായിക്കുമ്പോൾ ഇത് തൻ്റെ പതിവായിരുന്നു എന്ന് കാണാം. പതിവായി രാത്രിയിൽ താൻ പ്രാർത്ഥന കഴിച്ചു പോന്നു. യേശുവാണത് ചെയ്തത്. തൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു പ്രത്യേക സമയം വേർതിരിച്ചു വെച്ചു. ഇത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, തിരക്കുണ്ട്. നാം ക്ഷീണിക്കും, നാം ഉറങ്ങും, നമുക്ക് ഭക്ഷണം കഴിക്കണം, മറ്റ് പല കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഇടയിൽ ഒരല്പസമയം വേദോസ്തം വായിക്കാൻ സമയം കണ്ടെത്തും, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു 10 വാക്യം വായിക്കുവാൻ നാം സമയം കണ്ടെത്തും. പക്ഷേ അതിലും വൈഷമ്യം പിടിച്ച കാര്യം ഒരു നിശ്ചിത സമയം പ്രാർത്ഥിക്കുവാൻ വേണ്ടി എല്ലാ ദിവസവും മാറ്റിവെക്കുക എന്നുള്ളതാണ്. അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ യേശു പതിവായി അത് ചെയ്തു. മാത്രമല്ല, വളരെയധികം സമയം, രാത്രി മുഴുവൻ എന്നാണ് നമ്മൾ വായിക്കുന്നത്, താൻ പ്രാർത്ഥിക്കുവാനായി സമയം ചെലവഴിച്ചു. ഒരു വ്യക്തി എത്ര സമയം പ്രാർത്ഥിക്കണം എന്നൊന്നും ബൈബിളിൽ പറഞ്ഞിട്ടില്ല. ഏത് സമയത്ത് പ്രാർത്ഥിക്കണമെന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ യേശു ദൈവപുത്രൻ മനുഷ്യനായി ഭൂമിയിൽ ജീവിച്ചപ്പോൾ താൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരു പ്രത്യേക സമയം വേർതിരിച്ചു വെച്ചു. അത് താൻ വളരെ നിഷ്കർഷയോടുകൂടി പാലിച്ചു എന്നുള്ളത് നമുക്ക് തീർച്ചയായും ഒരു മാതൃക തന്നെയാണ്. താൻ പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഒരു പ്രത്യേക സമയം മാത്രമല്ല, സ്ഥലവും വേർതിരിച്ചു വെച്ചു. താൻ രാത്രിയിൽ മലമുകളിൽ തനിയെ പ്രാർത്ഥിക്കാൻ പോയപ്പോൾ തൻ്റെ ശിഷ്യന്മാരെ താൻ കൊണ്ടുപോയില്ല. പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഏകാന്തമായ ഒരു സ്ഥലം താൻ തിരഞ്ഞെടുത്തു. പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഒരു സമയവും ഒരു സ്ഥലവും യേശു തിരഞ്ഞെടുത്തു. മൂന്നാമതായി, താൻ പ്രാർത്ഥിക്കുവാനെടുത്ത സമയമാണ്. പല ആളുകളും 5 മിനിറ്റ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന വിഷയത്തിൽ അവർക്ക് സംശയമാണ്. ഇവിടെ യേശു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു എന്ന് നമുക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാം. വളരെയധികം സമയം താൻ പ്രാർത്ഥിക്കുവാൻ ചിലവഴിച്ചു. വളരെ ദൈർഘ്യമുള്ള പ്രാർത്ഥനകൾ നടത്തുന്ന ചിലരെയൊക്കെ നമുക്കറിയാം. ഈ ദൈർഘ്യമുള്ള പ്രാർത്ഥന അവർ നടത്തുന്നത് മിക്കവാറും ഏതെങ്കിലും ഒരു മീറ്റിങ്ങുകളിലോ ആരാധനയ്ക്കോ പരസ്യമായി പ്രാർത്ഥിക്കുമ്പോഴോ ആണ്. ഇവിടെ ഞാൻ അതിനെക്കുറിച്ച് 1-2 കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ദീർഘമായി പ്രാർത്ഥിക്കുന്നത് നമ്മുടെ വ്യക്തിപരമായ സ്വകാര്യ പ്രാർത്ഥനയിലായിരിക്കണം. അല്ലാതെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ദീർഘമായി പ്രാർത്ഥിക്കുന്നത് അത് ശരിയല്ല. കർത്താവ് തന്നെ പരീശന്മാരെക്കുറിച്ച് പറഞ്ഞല്ലോ, നിങ്ങൾ ഉപായരൂപേണ ദീർഘമായി പ്രാർത്ഥിക്കുന്നു എന്ന് വെച്ചാൽ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അവർ ദീർഘമായി പ്രാർത്ഥിക്കും. അത് പാടില്ല. മാത്രമല്ല, നാം പരസ്യമായി പൊതുവിൽ ഉറക്കെ പ്രാർത്ഥിക്കുമ്പോൾ നാം തനിയെയല്ല പ്രാർത്ഥിക്കുന്നത്. ആ സദസ്സിലുള്ള എല്ലാവരെയും പ്രാർത്ഥനയിൽ നാം നയിക്കുകയാണ്. അതുകൊണ്ടാണ് ഒരു വ്യക്തി ഉറക്കെ ഒരു സദസ്സിൽ ഒരു മീറ്റിങ്ങിൽ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ആ മീറ്റിങ്ങിലുള്ള ആളുകളെല്ലാവരും ആമീൻ എന്ന് പറയും. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഈ പ്രാർത്ഥിച്ച എല്ലാ കാര്യത്തോടും ഞങ്ങൾക്ക് പൂർണ്ണ യോജിപ്പാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ ഒരു വ്യക്തി പരസ്യമായി പ്രാർത്ഥിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഒന്നാമത്, അമിതമായ സമയം എടുക്കരുത്. കാരണം അവിടെ വന്നിരിക്കുന്ന എല്ലാ ആളുകൾക്കും കണ്ണടച്ച് 10 മിനിറ്റ് നേരം ഒരു വ്യക്തിയുടെ പ്രാർത്ഥന ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക എന്നത് പ്രായോഗികമായ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തീർച്ചയായും പരസ്യമായി പ്രാർത്ഥിക്കുന്നവർ ദീർഘമായി പ്രാർത്ഥിക്കരുത്. രണ്ടാമത്, പ്രാർത്ഥിക്കുമ്പോൾ നമുക്കറിയാവുന്ന എല്ലാ ദൈവശാസ്ത്ര തത്വങ്ങളും അതിനകത്ത് ഉദ്ധരിക്കേണ്ട കാര്യമൊന്നുമില്ല. സൃഷ്ടി മുതൽ വെളിപ്പാട് വരെയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കണം എന്നൊന്നും ബൈബിളിൽ പറഞ്ഞിട്ടില്ല. അതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അത്യാവശ്യം പ്രസക്തമായ 1-2 കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിച്ചു, അതിൽ തെറ്റില്ല. എന്നാൽ
പ്രാർത്ഥന ഒരു ബൈബിൾ ക്ലാസ് ആക്കി മാറ്റരുത്. ബൈബിളിലെ റെഫറൻസും ഒക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ടല്ലോ, അതൊക്കെ ഒരല്പം കടന്ന കൈയല്ലേ. നാം ദൈവത്തിന് ബൈബിളിലെ അധ്യായവും വാക്യവും ഒക്കെ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമുണ്ടോ? അതൊക്കെ ഒഴിവാക്കണം. മൂന്നാമത്, പരസ്യമായി പ്രാർത്ഥിക്കുമ്പോൾ നാം ശബ്ദമുയർത്തി പ്രാർത്ഥിക്കണം. നാം പ്രാർത്ഥിക്കുന്നത് എല്ലാവരും കേൾക്കണം. കേട്ടാൽ മാത്രം പോരാ, നാം എന്താണ് പ്രാർത്ഥിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാകുകയും വേണം. നാം പ്രാർത്ഥിക്കുന്ന വാചകങ്ങൾ അവർ കേട്ട് മനസ്സിലാക്കി അവർക്കത് ശരിയാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ അവർ ആമേൻ പറയാവൂ. നിങ്ങൾ ഒരു സദസ്സിൽ ഒരാൾ പ്രാർത്ഥിക്കുന്നത് കേട്ടിട്ട് ആമീൻ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അദ്ദേഹം പറയുന്ന കാര്യങ്ങളോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ മാത്രം ആമീൻ എന്ന് പറയുക. അല്ലെങ്കിൽ അതിനോട് സമ്മതിക്കേണ്ട കാര്യമില്ല. അപ്പോൾ പരസ്യമായ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരാൾ ദൈവത്തോട് നമ്മയൊക്കെ പ്രതിനിധീകരിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. അയാൾ പറയുന്ന കാര്യത്തോട് നാം എഗ്രി ചെയ്യുന്നുണ്ടോ, നാം സമ്മതിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ആമീൻ പറയുക. അതാണ് പരസ്യമായ പ്രാർത്ഥന. എന്നാൽ രഹസ്യ പ്രാർത്ഥനയിൽ സമയം ഒരു വിഷയമല്ല. നമുക്ക് വളരെയധികം സമയമെടുത്ത് പ്രാർത്ഥിക്കാം. നാം ആരെയും ഉപദ്രവിക്കുകയില്ല. നമ്മുടെ രഹസ്യ പ്രാർത്ഥനയിൽ കൂടുതൽ സമയം നാം ചെലവഴിക്കണം. നമ്മുടെ രഹസ്യ പ്രാർത്ഥന ആണ് നമ്മുടെ ആത്മീക ജീവിതത്തിൻ്റെ ബലം. കർത്താവിൻ്റെ പ്രാർത്ഥന താൻ തനിയെ ചെയ്തത് വ്യക്തിപരമായ പ്രാർത്ഥനയായിരുന്നു. മറ്റ് ശിഷ്യന്മാരെ ഒന്നും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രാർത്ഥനയായിരുന്നില്ല. താൻ തനിയെ ഒരു തീരുമാനമെടുക്കാൻ പോകുന്നതിൻ്റെ പശ്ചാത്തലത്തിലായിരിക്കാം ഒരു പക്ഷേ ഇവിടെ ഈ പ്രാർത്ഥനയെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. പക്ഷേ നാം ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, യേശു ദൈവമായിരുന്നു, മനുഷ്യാവതാരം ചെയ്തു പൂർണ്ണ മനുഷ്യനായിരുന്നു. ആ നിലയിൽ താൻ പിതാവിനോട് പ്രാർത്ഥിച്ചു എന്നുള്ളതൊക്കെ ശരിയാണെങ്കിലും യേശു ഒരിക്കലും ആരോടും തനിക്കു വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഇപ്പോൾ ഓർക്കുന്നത് ഗെത്സമന തോട്ടത്തിലെ കാര്യമാണ്, എനിക്കറിയാം. എന്നോടുകൂടെ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പാൻ കഴിയില്ലേ എന്ന് താൻ 3 ശിഷ്യന്മാരോട് ചോദിച്ചു. അവർ ഉറങ്ങി. പക്ഷെ അവിടെയും യേശു ഒരിക്കലും തൻ്റെ ശിഷ്യന്മാരോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞില്ല. ഇതാണ് യേശുവും മറ്റു മനുഷ്യരും തമ്മിലുള്ള വ്യത്യാസം. താൻ ആരോടും തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞില്ല. ഇനി എന്തായിരുന്നിരിക്കാം തൻ്റെ പ്രാർത്ഥനാ വിഷയം? ഗെത്സമന തോട്ടത്തിൽ താൻ പ്രാർത്ഥിച്ചത് എന്താണെന്ന് നമുക്കറിയാം. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണം, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം. യേശുവിൻ്റെ പ്രാർത്ഥന വാസ്തവത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടം അന്വേഷിക്കുക എന്നതായിരുന്നു. നമ്മുടെ പലരുടെയും പ്രാർത്ഥന നമ്മുടെ സ്വന്തം ഇഷ്ടം അന്വേഷിക്കുക എന്നതാണ്. നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ എനിക്ക് അത് വേണം, ഇത് വേണം, നീ എനിക്ക് വേണ്ടി ഇത് ചെയ്യണം, അത് ചെയ്യണം, നമ്മുടെ ഇഷ്ടം. യേശുവിൻ്റെ പ്രാർത്ഥന അങ്ങനെയായിരുന്നില്ല. മറിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം, പിതാവിൻ്റെ ഇഷ്ടം എന്താണ് എന്ന് മനസ്സിലാക്കുക, അത് ചെയ്യുക. പിതാവിൻ്റെ ഇഷ്ടം ആ പാനപാത്രം കുടിക്കുക എന്നതായിരുന്നു. അത് ബുദ്ധിമുട്ടുള്ളതാണ്, വേദനാജനകമാണ് എന്ന് താൻ സമ്മതിച്ചു. എങ്കിലും അതാണ് നിന്റെ ഇഷ്ടമെങ്കിൽ ഞാൻ റെഡി എന്നാണ് യേശു പ്രാർത്ഥിച്ചത്. യേശു വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം പിറ്റേ ദിവസം എടുക്കാൻ പോവുകയാണ്. തൻ്റെ പഠിപ്പിക്കലുകൾ കേട്ട് അനേക ആളുകൾ തന്നോടുകൂടെ ഉണ്ട്. 120 പേര് ഉണ്ട് എന്ന് ചിലർ പറയുന്നു, 70 പേര് എന്ന് ചിലർ പറയുന്നു. ഏതായാലും വളരെയധികം ആളുകളുണ്ട്. തൻ്റെ പ്രാർത്ഥന കഴിഞ്ഞ ആ ശിഷ്യന്മാരെ എല്ലാവരെയും അടുക്കൽ വിളിച്ചിട്ട് അവരിൽ നിന്ന് 12 പേരെ തിരഞ്ഞെടുക്കുകയാണ്. ആ 12 പേരുടെ പേരും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ലൂക്കോസ് ഇത് എഴുതുന്നത് യേശുവിൻ്റെ മരണത്തിൻ്റെയും പുനരുത്ഥാനത്തിൻ്റെയും സ്വർഗാരോഹണത്തിൻ്റെയും ഒക്കെ ശേഷമാണ്, സഭ സ്ഥാപിച്ചതിന് ശേഷമാണ്. ലൂക്കോസ് പൗലോസിനോടൊപ്പം യാത്ര ചെയ്യുന്ന ആളാണ് എന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം
യേശു വിളിച്ച അപ്പോസ്തലന്മാരായ 12 പേർക്ക് എന്തൊക്കെ സംഭവിച്ചു എന്ന കാര്യവും ലൂക്കോസിനറിയാം. ആ സമയത്താണ് താൻ ഇത് എഴുതുന്നത്. അതുകൊണ്ടാണ് അവസാനം യൂദയെക്കുറിച്ച് പറയുന്നത്. യൂദ ദ്രോഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നു. യേശു അവനെ വിളിച്ച കാലത്തോ യേശുവിൻ്റെ കൂടെ യൂദ നടന്ന കാലത്തോ എന്തിന് അന്ത്യ അത്താഴ സമയം എന്ന് നാം വിളിക്കുന്ന ആ അപ്പർ റൂമിൽ പെസഹ കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് പോലും ശിഷ്യന്മാർക്ക് ആർക്കും യൂദ ഒരു ദ്രോഹിയായിരുന്നു എന്ന് മനസ്സിലായിരുന്നില്ല. എന്നാൽ തുടക്കം തൊട്ടേ യേശുവിനതറിയാമായിരുന്നു. യേശു തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് പിതാവിൻ്റെ ഹിതം അന്വേഷിച്ചു, പ്രാർത്ഥിച്ചു. ഒരു രാത്രി മുഴുവൻ താൻ പ്രാർത്ഥിച്ചു. അതിനുശേഷമാണ് ഈ പ്രധാനപ്പെട്ട തീരുമാനം എടുത്തത്. നമ്മുടെ ജീവിതത്തിലും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് ദൈവത്തിൻ്റെ ഹിതം അന്വേഷിക്കുക എന്നുള്ളത് വളരെ നല്ല ഒരു മാതൃകയാണ്. നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളിലും നാം ദൈവത്തെ മാനിക്കുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയാണത്. യേശു പിതാവിൻ്റെ ഇഷ്ടം അറിഞ്ഞതിന് ശേഷമാണ് തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത്. ഈ 12 ശിഷ്യന്മാരാണ് തന്നോടുകൂടെ ഇരിക്കുവാനും അയക്കപ്പെടുവാനും അതുപോലെ ഭൂതങ്ങളെ പുറത്താക്കുവാനും രോഗികളെ സൗഖ്യമാക്കുവാനും ദൈവരാജ്യം പ്രസംഗിക്കുവാനും വേണ്ടിയാണ് ഇവരെ തിരഞ്ഞെടുത്തത്. വളരെ പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷയാണ് ഇവർക്ക് നൽകുവാൻ പോകുന്നത് എന്ന് യേശുവിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെ തിരഞ്ഞെടുത്തത് വളരെയധികം പ്രാർത്ഥനയോടുകൂടെ ആയിരുന്നു. നമ്മുടെ ജീവിതത്തിലുള്ള പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് ദൈവത്തിൻ്റെ ഹിതം അന്വേഷിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. അതൊരു നല്ല മാതൃക തന്നെയാണ്. എന്നാൽ യേശു വളരെ പ്രാർത്ഥനാപൂർവം പിതാവുമായിട്ടുള്ള തൻ്റെ കൂട്ടായ്മയുടെ അടിസ്ഥാനത്തിൽ പിതാവിൻ്റെ ഹിതപ്രകാരം തെരഞ്ഞെടുത്ത ഈ 12 പേരും ഒന്നാന്തരം ആളുകളായിരുന്നു. അവരുടെ ജീവിതത്തിൽ ഒരു പരാജയവുമില്ലാതെ എല്ലാ കാര്യങ്ങളും നന്നായി നടത്തിയ ആളുകളായിരുന്നു അവർ. നാം അവരുടെ ജീവിതങ്ങളിലേക്ക് നോക്കിയാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. യേശു ഇത്ര പ്രാർത്ഥനാപൂർവം തിരഞ്ഞെടുത്ത ഈ 12 പേരും അവരുടേതായ നിലകളിൽ പരാജയങ്ങളായിരുന്നു. ഞാൻ യൂദയുടെ കാര്യം മാത്രമല്ല പറയുന്നത്, എല്ലാവരുടെയും കാര്യമാണ് പറയുന്നത്. യേശുവിനോട് കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ അവരാരും ഉണ്ടായിരുന്നില്ല. യേശു മരിക്കുവാൻ വേണ്ടി യെരുശലേമിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ അവരെല്ലാവരും ആദ്യം പറഞ്ഞു, ഇതൊന്നും വേണ്ട, നീ മരിക്കുമൊന്നും വേണ്ട എന്ന് പറഞ്ഞു. പത്രോസ് അത് ഉറക്കെ പറഞ്ഞു, എങ്കിലും മറ്റുള്ളവരുടെ കൂടെ അഭിപ്രായമായിരുന്നു അത്. പിന്നീട് യേശുവിനെ അറസ്റ്റ് ചെയ്തപ്പോൾ അവരെല്ലാവരും കൂടിപ്പോയി. അവരെല്ലാവരും യേശുവിനോടുകൂടെ മരിക്കാൻ തയ്യാറായിരുന്നു എന്ന് പറഞ്ഞവരാണ്. പത്രോസ് മാത്രമല്ല, എല്ലാവരും. അവരെല്ലാവരും ഓടിപ്പോയി. ഇനി യേശു മരിച്ച ശേഷം തൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ആ സമയത്ത്, ഉയർത്തെഴുന്നേറ്റ ശേഷം പോലും ഈ ശിഷ്യന്മാർ സംശയിച്ചു. അപ്പോൾ യേശു പ്രാർത്ഥിച്ച് ദൈവഹിതപ്രകാരം തിരഞ്ഞെടുത്ത ഈ 12 ശിഷ്യന്മാർ അവരുടെ ജീവിതത്തിൽ പരാജയങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ എന്തിനാണിത് പറഞ്ഞതെന്നറിയാമോ? നാം ദൈവഹിതപ്രകാരം എടുക്കുന്ന തീരുമാനങ്ങളിലും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. യൂദായെ അപ്പോസ്തലനായി തിരഞ്ഞെടുക്കുക എന്നത് ദൈവത്തിൻ്റെ ഹിതമായിരുന്നോ? തീർച്ചയായും ആയിരുന്നു. യൂദ 12 പേരിൽ ഒരുത്തനായിരിക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ ഹിതമായിരുന്നു. അതുകൊണ്ടാണ് യേശു അവനെ തിരഞ്ഞെടുത്തത്. അറിയാതെ തിരഞ്ഞെടുത്തതല്ല. ദ്രോഹിയായി തീരുമെന്ന് യേശുവിന് മാത്രം അറിയാമായിരുന്നു. എന്നിട്ടും യൂദയെ തിരഞ്ഞെടുത്തു. എന്താണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്? നാം എത്ര പ്രാർത്ഥിച്ച് ദൈവഹിതപ്രകാരം ഒരു തീരുമാനമെടുത്താലും ആ തീരുമാനത്തിലും ചില പ്രശ്നങ്ങളൊക്കെ കാണും. അതൊന്നും 100% കുഴപ്പങ്ങളൊന്നുമില്ലാത്ത സ്മൂത്തായിട്ടുള്ള ഒരു തീരുമാനമോ ഒരു പദ്ധതിയോ ആയിരിക്കണമെന്നില്ല. പക്ഷേ ഈ ഇൻപെർഫെക്റ്റ് ആയിട്ടുള്ള
പൂർണ്ണരല്ലാത്ത ഈ 12 പേരിലൂടെയാണ് ദൈവരാജ്യം പ്രസംഗിക്കുവാൻ ദൈവം തീരുമാനിച്ചത്. പ്രാർത്ഥിച്ചെടുക്കുന്ന തീരുമാനങ്ങളെല്ലാം ഏറ്റവും ഒന്നാന്തരമായിരിക്കും, അതിലൊന്നും ഒരു കുഴപ്പവും ഉണ്ടാകില്ല എന്നൊന്നും ആരും പറയരുത്. നാം പ്രാർത്ഥിച്ച് ദൈവഹൃദയപ്രകാരം എടുക്കുന്ന തീരുമാനങ്ങളിലും ചില പ്രശ്നങ്ങളും ചില പ്രതിസന്ധികളും ഉണ്ടാകും. ചില ആളുകൾ അവർ ശരിയല്ല, അവർ നമ്മെ വഞ്ചിക്കും. എന്നാൽ നാം മനസ്സിലാക്കേണ്ട കാര്യം, ഇതൊക്കെ ഉണ്ടായാലും അവസാനം ദൈവം തൻ്റെ പദ്ധതികൾ നടപ്പാക്കും. യൂദ 12 ഒരുത്തനായിരുന്നു എന്നതുകൊണ്ട് ദൈവത്തിൻ്റെ കാര്യപരിപാടികൾക്കൊന്നും മുടക്കം വന്നില്ല. ദൈവം യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ ചെയ്യേണ്ടിയിരുന്ന എല്ലാ ശുശ്രൂഷകളും പൂർണ്ണമായും ചെയ്തു തീർക്കുവാൻ ഇടയാക്കി. അതിന് യൂദയോ മറ്റ് ശിഷ്യന്മാരോ ഒരു തടസ്സമായിരുന്നില്ല. അപ്പോൾ നാം ദൈവത്തിൻ്റെ ഹിതം അന്വേഷിക്കുവാൻ പ്രാർത്ഥിക്കുമ്പോൾ നാം എന്താണ് ചെയ്യുന്നത്? നാം ദൈവഹിതം അന്വേഷിക്കുമ്പോൾ നമുക്ക് ഏറ്റവും നല്ലത് കിട്ടണം, അല്ലെങ്കിൽ ഏറ്റവും നല്ലതിനു വേണ്ടി നാം അന്വേഷിക്കുകയല്ല, മറിച്ച് നാം ദൈവത്തെ തൻ്റെ ഹിതം നമ്മിലൂടെ ചെയ്യാൻ അനുവദിക്കുകയാണ്. ഏറ്റവും നല്ല ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയല്ല യേശു അന്ന് രാത്രി പ്രാർത്ഥിച്ചത്, മറിച്ച് താൻ തിരഞ്ഞെടുക്കുന്ന 12 പേരിലൂടെ ദൈവം തൻ്റെ ഹിതം നടപ്പിലാക്കണം. നമ്മുടെ പ്രാർത്ഥന അങ്ങനെയാണോ? നമ്മുടെ ഉദ്ദേശം എന്താണ്? നമുക്ക് ഏറ്റവും നല്ലത് ലഭിക്കണം. അങ്ങനെയാണ് പലപ്പോഴും നാം പ്രാർത്ഥിക്കുക. എന്നാൽ അതിനു പകരം ദൈവം തൻ്റെ പദ്ധതി എൻ്റെ ജീവിതത്തിൽ നടപ്പിലാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ തീർച്ചയായും വഴി നടത്തും. ചില പരാജയങ്ങൾ, ചില പ്രശ്നങ്ങൾ നിങ്ങൾ നേരിട്ടേക്കാം. എന്നാൽ ആ പരാജയങ്ങളുടെയും വൈഷമ്യങ്ങളുടെയും മധ്യത്തിലും ദൈവം തൻ്റെ പദ്ധതി, തൻ്റെ ഹിതം നടപ്പാക്കുക തന്നെ ചെയ്യും. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, പലപ്പോഴും ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ഇഷ്ടം നടക്കണം എന്നതാണ് ഞങ്ങളുടെ ആഗ്രഹം. എന്നാൽ അവിടുത്തെ പുത്രൻ അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥന കഴിച്ചപ്പോൾ ദൈവത്തിൻ്റെ ഹിതം തൻ്റെ ജീവിതത്തിൽ നടക്കുവാനാണ് പ്രാർത്ഥിച്ചത്. ഞങ്ങൾക്കതൊരു നല്ല മാതൃകയാണ്. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവഹിതം, ദൈവത്തിൻ്റെ പദ്ധതി ഞങ്ങളുടെ ജീവിതത്തിലൂടെ നടപ്പിലാക്കുവാൻ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ.